ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഇസ് സൗജിത്ത്. നമ്മൾ ഇതിന് മുന്നേ ചെയ്ത വണ്ടി പറഞ്ഞാൽ ബജാജിന്റെ പെട്രോൾ ഓട്ടോ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ചെയ്യാണ്ടി പോകുന്ന വണ്ടി ബജാജിന്റെ തന്നെ സെയിം ഫാമിലിയിലെ ബജാജിന്റെ ഡീസൽ വണ്ടിയാണ്. വണ്ടിയുടെ ആക്ച്വലി നെയിം ബജാജ് 6 ഡീസൽ എന്നാണെങ്കിലും കുട്ടി ഡീസൽ എന്ന പേരിലാണ് വണ്ടി ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ വരും നമുക്ക് വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് നമ്മളെ വണ്ടി, 2011 ലാസ്റ്റ് വണ്ടി ചെയ്ത്. ഇത് നമുക്ക് കാണുന്ന സമയത്ത് ബജാജ് ടൂ സ്റ്റോക്കിന്റെ സെയിം ആയിട്ട് നമുക്ക് തോന്നും. അതേ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ വണ്ടിയും മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് മാറ്റമുണ്ട്. ഒന്നാമത് ഈ വണ്ടി ഡീസൽ വണ്ടിയാണ്, പിന്നെ അതിൽ തന്നെ കുറെ ഫീച്ചേഴ്സ് കുറെ വണ്ടിക്ക് മാറ്റങ്ങളുണ്ട്. നമ്മൾ ഈ വാഹനത്തിൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ടുള്ളത് ഈ കാണുന്ന ബമ്പർ, പിന്നെ ഈ 2 ഫോഗ് ലാംപ്സ്, 2 ഹോൺസ്, പിന്നെ ഈ കാണുന്ന നെറ്റ് വിത്ത് ഇതും. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വണ്ടിയുടെ അകത്തിലെ വിശേഷങ്ങൾ നോക്കാം. പെട്രോൾ വണ്ടി ഇല്ല പോലെ തന്നെയാണ് ഇതിൽ ഇൻഡിക്കേറ്റർ സ്വിച്ച്, അതേപോലെ ഡിമ്മ് ബ്രൈറ്റ്, ഹോണ്, വൈപ്പർ, ഹെഡ്ലൈറ്റ് സ്വിച്ച്. പക്ഷെ ഇതിന്റെ സ്വിച്ചിന്റെ ഡിസൈനിൽ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇവിടെ കുറച്ച് വാർണിംഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റേഴ്സിന്റെ, ഡിമ്മിന്റെ. പിന്നെ ഈ കാണുന്ന വണ്ടിയിലെ ഹീറ്റർ ലൈറ്റ് ആണ്, ഓയിലിൻ്റെത്, ബാറ്ററി, ഡീസൽ, ന്യൂട്രൽ. സെൽഫ് സ്റ്റാർട്ടാണ് ഈ ബജാജ് വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ഈസിയാണ്. താക്കോൽ ഓണാക്കിയ ശേഷം ന്യൂട്രലാവുന്ന വണ്ടി നമ്മൾ ഫസ്റ്റ് നോക്കുക. അതിനുശേഷം ഇവിടെ ഡീകംപ്രഷൻ്റെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ ഇപ്പോൾ ഇറങ്ങോട്ടേക്ക് ആക്കുക. ഈ കാണുന്ന റെഡ് കളറിലുള്ള സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്യുക. അതിനുശേഷം അപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു നോക്കിയാലോ. അതിന് സ്റ്റാർട്ട് ആവും. വണ്ടി ന്യൂട്രലാക്കിയതിന് ശേഷം Showing off, don't wanna have to wait tonight. Better off, I'm gonna find my way tonight. Won't you talk to me? I wanna heal your sorrow. Won't you talk to me? We'll make a new tomorrow. Won't you talk to me? ഈ വണ്ടി നമുക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പിൻ്റെ ഒരു കേബിളുണ്ട്, അതിങ്ങനെ മേലേക്ക് വരും. അപ്പോൾ വണ്ടി ഓഫായി. ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ക്ലച്ച് വരുന്നത് നമ്മളെ കാലിനാണ് വരുന്നത്. അതായത് നമ്മളെ കാറിൻ്റെ സെയിം സിസ്റ്റമാണ് ഈ വണ്ടിക്ക് വരുന്നത്. കാക്കാണ് ക്ലച്ച് വരുന്നത് ഈ വണ്ടിക്ക്. ഈ വാഹനത്തിൻ്റെ ഇന്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഓൾഡ് മോഡൽ ലക്ഷറി വെഹിക്കിളാണ്. ഇതിൻ്റെ സെൻട്രലായിട്ടൊരു ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ബോർഡുണ്ട്, മേലെ ഭാഗത്ത് ബോർഡുണ്ട്. ബോർഡിൽ കുറേ സ്വിച്ചസ് ഉണ്ട്, അതൊക്കെ ഇതിൻ്റെ എക്സ്ട്രാ ലൈറ്റിൻ്റെ ഒക്കെയാണ് ഇതിൽ വരുന്ന സ്വിച്ചസ്. പുതിയ വാഹനങ്ങളിൽ വരുന്ന ഇന്റീരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സ്ട്രാ ചെയ്യിപ്പിക്കുന്ന സംഭവമാണ്. അതിൽ സൂപ്പർ ലക്ഷറി ഉണ്ട്, സെമി ലക്ഷറി ഉണ്ട്, ലക്ഷറി ഉണ്ട്. ഇതിനകത്ത് ഗ്ലാസ് വെച്ച് ചെയ്യുന്നതാണ് സൂപ്പർ ലക്ഷറി. അപ്പോൾ ഇപ്പോഴുള്ള മിക്ക വാഹനങ്ങളിലും ഗ്ലാസ് വെച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ അതിൻ്റെ അകത്ത് ഫുൾ ലൈറ്റ് സിസ്റ്റം ഉണ്ടാവും. അടുത്തായിട്ട് നമുക്ക് വണ്ടിയുടെ എൻജിൻ ഭാഗത്തേക്ക് ഒന്ന് പോകാം. ഇതിൻ്റെ അകത്താണ് നമ്മൾ എൻജിൻ വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. പെട്രോൾ വണ്ടി ഇല്ല പോലെ തന്നെയാണ് ഈ വണ്ടിയുടെ സിസ്റ്റം. അതായത് ഈ കാണുന്ന 2 ലോക്ക് പൂർണ്ണമായി ലൂസാക്കിയ ശേഷം ഇതിങ്ങോട്ട് തള്ളുക. ഇതാണ് ഇതിൻ്റെ എൻജിൻ. 445cc എൻജിനാണ്. ഇത് ഓയിൽ ഫിൽട്ടർ, എയർ ഫിൽട്ടർ. പെട്രോൾ വണ്ടിനെ അപേക്ഷിച്ച് ഇതിൻ്റെ എൻജിൻ റൂം കുറച്ചും കൂടി വലുതാണ്. ഇതിൻ്റെ എൻജിനകത്തുള്ള സ്പേസും വളരെ കുറവാണ്. ഈ വാഹനത്തിൻ്റെ ടാങ്ക് വരുന്നത് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലാണ്. പക്ഷേ നമ്മളെ പെട്രോൾ വണ്ടി ആകുമ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ടാങ്ക് വരുന്നത്. പിന്നെ ഈ വണ്ടി വരുന്ന ക്ലച്ച് ഡ്രൈ ക്ലച്ചാണ്, പെട്രോൾ വണ്ടി വരുന്ന ക്ലച്ച് വെറ്റ് ക്ലച്ചാണ്. ഓരോ നാട്ടിലെ ബോഡി വർക്കിലും ഇന്റീരിയർ വർക്കിലും
ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. അതായത് പയ്യന്നൂരിലെ ഒരു ബോഡി വർക്ക് ആയിരിക്കില്ല നമ്മൾ കാസർഗോഡ് ഉണ്ടാവുക, കാസർഗോഡില്ലതായിരിക്കില്ല പിന്നെ പഴയങ്ങാടി ഉണ്ടാവുക, പഴയങ്ങാടിയില്ലാതായിരിക്കില്ല മാഹിയിലുണ്ടാവുക. എല്ലാ സ്ഥലത്തിൻ്റെ ബോഡി വർക്കും ഇൻറ്റീരിയർ വർക്ക്സും പൂർണ്ണമായിട്ട് വ്യത്യസ്തമായിരിക്കും. നമ്മൾ ഈ വണ്ടി പറഞ്ഞ പഴയങ്ങാടി ഷേപ്പ് വണ്ടിയാണ്. പയ്യന്നൂരിലെ പഴയങ്ങാടിയിലത്തെ ഷേപ്പ് വണ്ടിയാണ്. അതായത് ബേക്ക് ഭയങ്കര ചെറിയ ചെറിയ പോലെയാണ്. അതുപോലെ പഴയങ്ങാടി ഷേപ്പ് ഉണ്ട്, കണ്ണൂർ ഷേപ്പ് ഉണ്ട്, പരിയാരം ഷേപ്പ് ഉണ്ട്. ഈ വണ്ടിയുടെ മെയിൻ്റെനൻസ് കോസ്റ്റ് എന്ന് പറയുന്നത് പെട്രോൾ വണ്ടീനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. പക്ഷേ ബാക്കി വണ്ടിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് വലിയൊരു പൈസയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ വണ്ടിയുടെ പവർ പറഞ്ഞാൽ നമ്മുടെ ബാക്കി ഞാൻ പിന്നെ ആപ്പയായാലും കുട്ടി ഡീസൽ അതേപോലെ പെട്രോൾ ഓട്ടോറിക്ഷ ഒക്കെ ഓടിച്ച് പോയിട്ടുണ്ട് അതുല്. പക്ഷേ ആ വണ്ടിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പവറായിട്ട് തോന്നിയിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് ഈ കാണുന്ന വണ്ടിയാണ്. ഈ ഒരു വണ്ടിയുടെ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ, അതായത് ഈ ഒരു വണ്ടി മാത്രമല്ല, ഈ ഒരു സെഗ്മെന്റിലെ വണ്ടിയുടെ ഡിഫക്റ്റ് എന്ന് വെച്ചാൽ അതൊരു ഡിഫക്റ്റായിട്ട് പറയാണ്ട് പറ്റൂല. എന്നാലും നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യുന്ന സമയത്തിൽ ഒരു വല്ലാത്ത സൗണ്ടാണ്. അത് എല്ലാ വണ്ടിക്കും ഇല്ല തന്നെയാണ്. പക്ഷെ ഇപ്പോഴുള്ള വണ്ടിക്ക് ആ സൗണ്ട് പരമാവധി ബജാജ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ബ്രേക്ക് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളെ പെട്രോൾ വണ്ടിയുടെ സെയിം തന്നെയാണ്. ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടറും ഇതിൻ്റെ ഓയിൽക്കാനൊക്കെ ഫ്രണ്ടിലാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് കാണാം. ഫ്യൂൽ ഗേജ് ഈ വണ്ടിയിൽ ആക്ച്വലി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിച്ചാൽ നമ്മൾ ഫ്യൂൽ ഗേജ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിയിൽ ഗിയർ ഷിഫ്റ്റിംഗ് വെച്ചാൽ നമ്മൾ പെട്രോൾ വണ്ടിയിൽ നേരെ മേലേക്ക് ആക്കുമ്പോഴാണ് വണ്ടിയിൽ ഫസ്റ്റ് ഗിയർ ആവല്. പക്ഷേ ഇതിൻ്റെ മേലേക്ക് ആക്കുമ്പോൾ ഇവിടെ റിവേഴ്സ് ഗിയറാണ്. പക്ഷേ റിവേഴ്സ് ഗിയർ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ലിവർ ഉണ്ട്, അതിങ്ങനെ മേലേക്കാക്കിയ ശേഷമാണ് ഇത് ഇടേണ്ടത്. ബാക്കിയൊക്കെ താഴെ വരുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. പെട്രോൾ വണ്ടി ഇല്ലപോലെ തന്നെ ഇതിൻ്റെ സ്പേസൊക്കെ സെയിം ആണ്. പിന്നെ സീറ്റിംഗ് കപ്പാസിറ്റിയും സെയിം ആണ്, 3+1. അതുപോലെ തന്നെ ഇതിൻ്റെ പിറകിൽ സ്പേസ് ഉണ്ട്, അത് പെട്രോൾ വണ്ടിയിലുണ്ട്. നമുക്ക് ഇതിൽ പിറകിൽ വല്ല സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ സ്പേസ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ വണ്ടി ഒരു ഫാമിലി യൂസ് വണ്ടിയാണ്. ഒരു കാർ വാങ്ങാൻ വേണ്ടി പറ്റാത്തവർക്കൊക്കെ പറ്റിയൊരു വണ്ടിയായത്. കാരണം ഒരു കാറിനൊക്കെ ഒരു 3 lakhs ഒക്കെ വരും. ഇതിനൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് വണ്ടിക്കൊക്കെ ഒരു 50,000 രൂപയ്ക്ക് താഴെ നമുക്ക് വണ്ടി കിട്ടും, നല്ല കണ്ടീഷനിലെ വണ്ടി കിട്ടും. കാറിനെ അപേക്ഷിച്ച് ടാക്സ് ആയാലും ഇൻഷുറൻസ് ആയാലും ഇതിൻ്റെ കോസ്റ്റ് വളരെ കുറവാണ്. ഞാനീ പറഞ്ഞത് ഈ വണ്ടിയുടെ ഒരു റിവ്യൂ ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വല്ല തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ. അടുത്ത വണ്ടിയിൽ ഇതിലും കൂടുതലും വിശേഷങ്ങളായി കാണുന്നവരേക്കും ബൈ.